മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയാണ് SIP എന്ന പേരിൽ പോപ്പുലറായി മാറിയ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ചെറിയ വരുമാനക്കാർക്ക് പോലും SIP നിക്ഷേപങ്ങളിലൂടെ വളരെ വലിയ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നിക്ഷേപ സംവിധാനങ്ങളായ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ചിട്ടി തുടങ്ങിയവയൊന്നും SIP നിക്ഷേപങ്ങളുടെ ശക്തിക്ക് മുൻപിൽ ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ തുറന്നു കാണിക്കുന്നു. മാസം 5000 രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP ആയി നിക്ഷേപിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കേസ് സ്റ്റഡിക്കായിട്ട് എടുക്കുന്ന സബ്ജക്റ്റ്. മാസം 5000 എന്നത് ഏതൊരു സാധാരണക്കാരനും ഉണ്ടാക്കാൻ സാധിക്കുന്ന തുകയാണ് എന്നതും ദിവസ വരുമാനക്കാർ ഒരു ദിവസം 167 രൂപ വീതം നീക്കിവെച്ചാൽ 5000 എന്ന സംഖ്യയിലേക്ക് മാസം എത്തും എന്നുള്ളതുമാണ് 5000 എന്ന സംഖ്യ കേസ് സ്റ്റഡിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ, പ്രത്യേകിച്ച് ഇക്വിറ്റി ഫണ്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് എത്ര റിട്ടേൺ ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി നൽകാൻ ആർക്കും സാധിക്കില്ല എന്നതാണ്. കാരണം മാർക്കറ്റിലെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ലഭിക്കുന്ന റിട്ടേണിലും വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്കിലും ശരാശരി പ്രതിവർഷം 10% മുതൽ 20% വരെയുള്ള റിട്ടേൺ നമുക്ക് ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് പ്രേക്ഷകർക്കായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഈ അടുത്ത് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് സൗജന്യമായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. മാസം 5000 രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP രീതിയിൽ നിക്ഷേപിച്ചുകൊണ്ടേയിരുന്നാൽ അയാൾക്ക് ലഭിച്ചേക്കാവുന്ന റിട്ടേൺ എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുക. വളരെ ഉയർന്ന റിട്ടേൺസ് ഒക്കെ ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് ലഭിക്കാറുണ്ട് എങ്കിലും നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് 10% റിട്ടേൺ കിട്ടിയാൽ കാര്യങ്ങൾ എങ്ങനെയാണ്, 12% റിട്ടേൺ ലഭിച്ചാൽ കാര്യങ്ങൾ എങ്ങനെയാണ്, 15% ആണ് റിട്ടേൺ എങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള റിട്ടേൺ ആണ് നമ്മൾ പരിഗണിക്കുന്നത്. 5000 രൂപ വീതം എല്ലാ മാസവും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP ആയി നിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ 5 വർഷം കൊണ്ട് അയാൾ നിക്ഷേപിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. 10% ലഭിക്കുന്ന റിട്ടേൺ എങ്കിൽ അദ്ദേഹത്തിൻ്റെ നിക്ഷേപം 3,88,000 വളർന്നിരിക്കും. ഇനി 12% റിട്ടേൺ എങ്കിൽ അയാളുടെ നിക്ഷേപം 4,01,000 രൂപയായി മാറിയിരിക്കും. ഇനി 15% റിട്ടേൺ എങ്കിൽ അദ്ദേഹത്തിൻ്റെ നിക്ഷേപം എത്തിപ്പെട്ടിരിക്കുന്നത് 4,24,000 എന്ന നിലയിലേക്കായിരിക്കും. ഇനി മാസം 5000 രൂപ വീതമുള്ള നിക്ഷേപം 10 വർഷം വരെ ചെയ്യുകയാണ് എങ്കിൽ മൊത്തം നിക്ഷേപിക്കുന്നത് 6 ലക്ഷം രൂപയാണ്. 10% റിട്ടേൺ ലഭിക്കുകയാണ് എങ്കിൽ ഈ 6 ലക്ഷം 10,32,000 വളർന്നിരിക്കും. റിട്ടേൺ 12% എങ്കിൽ 11,62,000 നിങ്ങളുടെ സമ്പത്ത് എത്തിയിരിക്കും. 15% റിട്ടേൺ എങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം 14,16,000 ആയി മാറിയിരിക്കും. ഇനി മാസം 5000 രൂപ വീതം 15 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നത് 9 ലക്ഷം രൂപയാണ്. 10% വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ആ 9 ലക്ഷം 20,64,000 ആയി മാറിയിട്ടുണ്ടാവും. വളർച്ച 12% എങ്കിൽ നിങ്ങളുടെ നിക്ഷേപം 24,10,000 വളർച്ച 15% ആണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം ഇപ്പോൾ 31,58,000 ആയി മാറിയിട്ടുണ്ടാവും. ഇനി 5000 രൂപ വെച്ചുള്ള നിങ്ങളുടെ ഈ നിക്ഷേപം 20 വർഷം വരെ തുടരുകയാണ് എങ്കിൽ 20 വർഷങ്ങൾ കൊണ്ട് താങ്കൾ നിക്ഷേപിക്കുന്നത് 12 ലക്ഷം രൂപയായിരിക്കും. 10% റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ താങ്കളുടെ 12 ലക്ഷം 35,94,000 ആയി മാറും. റിട്ടേൺ 12% എങ്കിൽ അത് 44,10,000 എത്തിപ്പെടും. റിട്ടേൺ 15% എങ്കിൽ നിങ്ങളുടെ നിക്ഷേപം എത്തുന്നത് 63,58,000.
ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഒരു വളർച്ചയാണ് നമ്മളിവിടെ പരിഗണിച്ചിരിക്കുന്നത്. റിസ്ക് കൂടുതലുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളും സെക്ടറൽ ഫണ്ടുകളും ഒക്കെ വളരെ വലിയ റിട്ടേൺ തരുന്നതായി കാണാറുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും പരിഗണിച്ചിട്ടില്ല. ഏതൊരു സാധാരണക്കാരനും ലഭിച്ചേക്കാവുന്ന മാന്യമായ റിട്ടേൺ വെച്ച് കൂട്ടിയപ്പോഴാണ് ഇത്രയും വലിയ വളർച്ച നിക്ഷേപങ്ങൾക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സമ്മറിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. റിക്കറിംഗ് ഡെപ്പോസിറ്റും ചിട്ടിയും ഒന്നും ഇതിന്റെ അടുത്തെത്തുന്ന രീതിയിലുള്ള റിട്ടേൺ പോലും നൽകുന്നില്ല എന്ന കാര്യം ഓർക്കുക. ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം നമ്മൾ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ ഭാഗത്ത് മാസം 5000 രൂപ വെച്ച് നിക്ഷേപിച്ചു പോയാൽ ലഭിച്ചേക്കാവുന്ന റിട്ടേണിന്റെ മറ്റൊരു മുഖം നമ്മൾ വ്യക്തമാക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.